ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലിയ നോമ്പിലെ 3-ാം ഞായറാഴ്ചയിൽ നമ്മുടെ ധ്യാന വിഷയമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ഒരു തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നതാണ് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെടുത്തി യേശു ഈ കഥയിലൂടെ നമ്മെ പല പ്രധാന പാഠങ്ങളും പഠിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് വിശ്വാസത്തിന്റെ ദൃഢനിശ്ചയം, ദ ഡിറ്റർമിനേഷൻ ഓഫ് ഫെയ്ത്ത്. ഇവിടെ 4 സുഹൃത്തുക്കൾ തങ്ങളുടെ നടക്കുവാൻ സാധിക്കാത്ത തളർവാദ രോഗിയായ സുഹൃത്തിനെ യേശുവിന്റെ അടുത്ത് എത്തിക്കുവാൻ കാണിച്ച ദൃഢനിശ്ചയം, യേശുവിന്റെ സൗഖ്യമാക്കുവാനുള്ള കഴിവിലുള്ള ആ സുഹൃത്തുക്കളുടെ അചഞ്ചലമായ വിശ്വാസം ആ മനുഷ്യന്റെ രോഗസൗഖ്യത്തിന് കാരണമായി. നമ്മൾ പലപ്പോഴും ലക്ഷ്യങ്ങൾ നേടുവാൻ ശ്രമിക്കുമ്പോൾ പലവിധ തടസ്സങ്ങൾ ഉണ്ടാകും. പരീക്ഷകൾ, ജോലിയിലെ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം നേരിടേണ്ടി വരാം. ഈ സമയങ്ങളിലെല്ലാം ആ സുഹൃത്തുക്കളെ പോലെ വിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നോട്ടു പോവുക. രണ്ടാമതായി, പ്രതിബന്ധങ്ങളെ മറികടക്കൽ, ഓവർകമ്മിങ് ഒബ്സ്റ്റക്കിൾസ്. ഇവിടെ തളർവാദ രോഗിയായ സുഹൃത്തിനെ യേശുവിന്റെ അടുത്ത് എത്തിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് വലിയ ജനക്കൂട്ടം തടസ്സമായി. പക്ഷേ അവർ പിന്മാറാതെ മേൽക്കൂര പൊളിച്ച് രോഗിയെ യേശുവിന്റെ അടുത്ത് എത്തിച്ചു. ഇവിടെ ജനക്കൂട്ടം എന്ന ശാരീരിക തടസ്സത്തെ അവർ സർഗാത്മകമായി മറികടന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ ഉണ്ടാവാം. സാമ്പത്തിക പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ തകർച്ചകൾ, അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ. ഈ സമയങ്ങളിലെല്ലാം ആ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുക. നമുക്കെന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ അത് മറ്റുള്ളവരോട് ചോദിക്കുക. എപ്പോഴും ഒരു പോസിറ്റീവ് മനോഭാവം നിലനിർത്തുക. പ്രതിബന്ധങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. അവയെ എങ്ങനെ മറികടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമതായി, യേശുവിന്റെ അധികാരം, ജീസസ് അതോറിറ്റി. യേശു പാപങ്ങൾ ക്ഷമിക്കുകയും രോഗം സൗഖ്യമാക്കുകയും ചെയ്തു. ഇത് അവന്റെ ദൈവിക അധികാരത്തെ കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണമില്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കാം. രോഗം, ദുഃഖം, ഭയം എന്നിവയെല്ലാം നമ്മെ തളർത്തുവാൻ സാധ്യതയുണ്ട്. ഈ സമയങ്ങളിൽ യേശുവിന്റെ ശക്തിയിൽ വിശ്വസിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുക. നാലാമതായി, ആത്മീയ സൗഖ്യം, സ്പിരിച്വൽ ഹീലിംഗ്. യേശു തളർവാദ രോഗിയെ സൗഖ്യമാക്കുമ്പോൾ അവൻ ശാരീരിക സൗഖ്യത്തിന് മുൻപ് പാപമോചനം നൽകുന്നു. ഇത് ആത്മീയ സൗഖ്യത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. നമ്മൾ പലപ്പോഴും ശാരീരിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ ആത്മീയ ആരോഗ്യത്തെ അവഗണിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും സൗഖ്യം ആവശ്യമാണ്. ഇതിനായി പ്രാർത്ഥന, ധ്യാനം, ബൈബിൾ വായന, നല്ല നല്ല കൂട്ടുകെട്ടുകൾ എന്നിവ നമ്മെ സഹായിക്കും. ആത്മീയ സൗഖ്യം നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശാന്തമാക്കുന്നു. ഭയം, ഉത്കണ്ഠ, ദുഃഖം എന്നിവയിൽ നിന്ന് മോചനം നൽകുന്നു. അഞ്ചാമതായി, കൂട്ടായ്മയുടെ ശക്തി, ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി. തളർവാദ രോഗിയായ സുഹൃത്തിനെ സഹായിക്കാൻ ആ 4 പേരും ഒരുമിച്ച് പ്രവർത്തിച്ചു. അവർക്ക് ഒറ്റയ്ക്ക് അവനെ യേശുവിന്റെ അടുത്ത് എത്തിക്കുവാൻ കഴിയില്ലായിരുന്നു. ആ 4 സുഹൃത്തുക്കളുടെ കൂട്ടായ്മയാണ് തളർന്ന മനുഷ്യനെ യേശുവിന്റെ അടുത്ത് എത്തിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പരസ്പരം സഹായിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവാം. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് വലിയൊരു ശക്തിയാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉണ്ടായിരിക്കണം. അവരുടെ പിന്തുണയും സഹായവും നമുക്ക് പ്രതിസന്ധികളെ മറികടക്കുവാൻ സഹായിക്കും. പരസ്പരം സഹായിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ യേശുവിലുള്ള വിശ്വാസവും പ്രതീക്ഷയും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.